ആദ്യത്തെ സിനിമ ഏതായിരുന്നു? അടൂർ സാറിൻ്റെ കഥാപുരുഷൻ. കോസ്റ്റ്യൂം ഡിസൈനർ എന്ന ഒരു ജോലിയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? സ്നേഹം നിറഞ്ഞ ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന ഒരു നാടകം ഉദ്ഘാടനം. അപ്പോൾ അത് വെഞ്ഞാറമുട്ടിൽ വെച്ച്, അപ്പോൾ അതിന് അടൂർ സാറ് വരികയും ആർട്ടും കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ പറഞ്ഞാൽ ഒന്ന് ഗുഡ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടാണ് കഥാപുരുഷൻ എന്ന സിനിമ വരുമ്പോഴത്തേക്ക് അദ്ദേഹം അത് ഓർത്തു വെച്ചു. ഓർത്തു വെച്ചിട്ടാണ് എന്നെ എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. അടൂർ സാറ് വന്നിറങ്ങുന്ന വണ്ടിയിൽ സാറിൻ്റെ ജുബ്ബ ഈ വണ്ടിയുടെ അന്ന് ഈ അംബാസഡർ വണ്ടിക്ക് ഒരു ലോക്ക് ഉണ്ട് നമ്മൾ, അതിൽ കയറി പോക്കറ്റ് രണ്ടായിട്ട് മുറിഞ്ഞു പോകും. ഞാനിങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് നിന്ന് ഞാൻ പറഞ്ഞു, സാർ അത് സ്റ്റിച്ച് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഞാനത് സ്റ്റിച്ച് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതാണ് എൻ്റെ മലയാള സിനിമ. ഗുരുവിലേക്ക് വരുമ്പോൾ ഗുരു വലിയൊരു ചലഞ്ചിങ് വർക്കായിരുന്നില്ലേ? ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതുവരെയ്ക്കും ഇത്രയും ദിവസമായിട്ട് കോസ്റ്റ്യൂം ഒന്നും ഡിസൈൻ ഒന്നും കറക്റ്റ് ആയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാണ്. പുള്ളി ഭയങ്കര ടെൻഷനില്ല. പിന്നെ ഒരു 4-5 ദിവസമേ ഉള്ളൂ. അപ്പം ഇതപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയുടെ ചോദിച്ചു, ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചാണ് ചെയ്യണത്. എൻ്റെ മഹാബദ്ധാവും എന്നുള്ള രീതിയിലാണ് ഞാനിതൊക്കെ ചെയ്ത് വലിയ കാര്യമായിട്ട് ഇതൊക്കെ കെട്ടി. പുള്ളി ഡോറ് തുറക്കുന്നു. പുള്ളി ഇപ്പോൾ സാറിരിക്കുന്ന പോലെ ഇങ്ങനെ പേപ്പറും പേനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ നിന്ന് ഈ സാധനം ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്ന രാജീവേട്ടനെ ഞാൻ കാണുന്നത്. ഇതാണ് ഞാൻ തേടിയിരുന്ന എൻ്റെ ഗുരുവിൻ്റെ കോസ്റ്റ്യൂം. ശ്രീ എസ്.ബി. സതീഷ് 9 സ്റ്റേറ്റ് അവാർഡുകളും ഒരു ദേശീയ അവാർഡും നേടിയ ചലച്ചിത്രകാരൻ, കോസ്റ്റ്യൂം ഡിസൈനർ. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ആ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന ഏറ്റവും മികച്ച വസ്ത്രാലങ്കാരം നൽകിയ ആൾ. അതിലൂടെ അദ്ദേഹം നേടിയെടുത്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ എന്ന സ്ഥാനമാണ്. അതിലേക്ക് അദ്ദേഹം നടന്നെത്തിയ വഴികൾ, അതിന് നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. ആ കഥകൾ നമുക്ക് തുടരാം. തീർച്ചയായും. ഗുരു, ദയ, ഒടിയൻ, മാമാങ്ക, ഇങ്ങനെയൊക്കെയുള്ള പല സിനിമകൾക്കും കോസ്റ്റ്യൂമിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കാണുന്ന പ്രേക്ഷകന് തന്നെ മനസ്സിലാവും. എന്നാൽ ദൃശ്യം പോലുള്ള സിനിമയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിത കഥ പറയുന്നിടത്ത് എന്താണ് ഒരു കോസ്റ്റ്യൂമറുടെ കോൺട്രിബ്യൂഷൻ? അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പം ഈ പറഞ്ഞതുപോലത്തെ ഒരു സംതൃപ്തി കിട്ടാറുണ്ടോ? അത് അങ്ങനെ ഉള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനൊരു സംതൃപ്തി എനിക്ക് കിട്ടാറില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇപ്പോൾ ഞാനൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ഒരു പടത്തിലൊരു 2-3 സോങ്ങെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ സോങ്ങിൻ്റെ ഒരു ക്രിയേഷൻ ഉണ്ടാവും, സോങ്ങിൻ്റെ ഗ്രൂപ്പ്. പിന്നെ അതിന് വേറെ മാറിയൊക്കെ ആയിരിക്കും സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സീൻസ്, അങ്ങനെയുള്ള സീക്വൻസ്, ഫാൻറ്റസി സംഭവങ്ങൾ ചെയ്യാനായിട്ട് വരും. അപ്പം ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് അയാളുടെ ക്രിയേഷനും കാര്യത്തിനും സ്ഥാനം വരും. അല്ലാതെ വരുന്നതൊക്കെ നമുക്കിപ്പോൾ ഒരു നോർമൽ സംഭവം. നോർമൽ എന്ന് പറയുന്നത് അത് എന്തെന്ന് വെച്ചാൽ ആദ്യകാല സിനിമകളിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നടന്മാർക്കൊക്കെ ഭയങ്കര സൈസാണ്. ഇപ്പോൾ സുരേഷ് ഗോപി, ക്യാപ്റ്റൻ രാജു, ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു സൈസ് നമുക്ക് നല്ലൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നീ മദ്രാസിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ബോംബെ പോകണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ കിട്ടും. അന്ന് എറണാകുളത്ത് 1-2 ഷോപ്പിൽ മാത്രമേ ഒരുവിധം സൈസുള്ള, ഇവരുടെ സൈസ് ഷൂസ് പോലും വരേണ്ട നമുക്ക് കേരളത്തിൽ വാങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു കഥ കേട്ടിട്ട് ഇപ്പോൾ ഒരു സംവിധായകനും റൈറ്ററും കൂടെ കഥ പറഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഒരു ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഈ കോസ്റ്റ്യൂം കാണലൊരു നല്ലൊരു ചടങ്ങായിരുന്നു. കോസ്റ്റ്യൂം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമൽ സാറിനെയും സിബി സാറിനെയൊക്കെ പോലുള്ളൊരു അതിനൊരു ചടങ്ങ് പോലെ അവരിയ്ക്കും അത് കാണാനായിട്ട്. കാരണം അവർ സീൻസിന് ഉദ്ദേശിച്ച സാധനം തന്നെ എടുത്തുകൊണ്ട് വന്നതെന്നറിയണം. അല്ല, നിങ്ങൾ മിക്കവാറും ഈ കോസ്റ്റ്യൂംസ് വാങ്ങലാണോ ആദ്യം? പിന്നെ വാങ്ങലും സ്റ്റിച്ച് ചെയ്യലും. അപ്പം വാങ്ങലും പിന്നെ മെറ്റീരിയൽ എടുത്തിട്ട് വാങ്ങാൻ പറ്റാത്തത് പലതും സ്റ്റിച്ച് ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതും ഇപ്പോൾ നമ്മളിപ്പോൾ സമ്മർൻ ബദലേ എന്നൊക്കെ പറയുന്ന പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബെഡ്ഷീറ്റ് ജയറാം ചേട്ടനൊക്കെ ഡ്രസ്സായിട്ട് ജയറാമിൻ്റെ ഇതിലൊക്കെ കോസ്റ്റ്യൂം ഷർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫർണിഷിംഗ് ക്ലോത്ത് ഇടുന്ന ക്ലോത്താണ് ആ ഒരു സോങ്ങിൽ കംപ്ലീറ്റ് മഞ്ജു വാര്യർ തൊട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രോക്ക് വെച്ച് കൊടുത്തേക്കാം. അതൊക്കെ നമ്മളിപ്പോൾ ആ ഒരു പാറ്റേണിൽ അത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ആംബിയൻസിന് അത് പെട്ടെന്ന് ഡയറക്ടർ പറയുക, ചിലപ്പോൾ ഒരു സോങ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ? കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ 2 മെഷീനും ഒരു വണ്ടിക്കകത്ത് 2 മെഷീനും അതിനുള്ള സാധനങ്ങളും കുറേ മെറ്റീരിയലും കാണും. അപ്പോൾ അത് മറ്റേത് ആർട്ടിൽ നിന്നായിരിക്കും ഞാൻ പോയിട്ട് മറ്റേ ബോൺ ചേട്ടൻ്റെ എന്നാണ് പറഞ്ഞത്. എന്നാണൊക്കെ അവരൊരു കുറേ യെല്ലോ പൂക്കളും ഗ്രീനുമായിട്ടുള്ള ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സിബി സാർ പറഞ്ഞ്, സതീഷ് ഇവിടത്തേക്ക് ഒരു ചേഞ്ച് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിരുന്നു അന്നത്തെ ഒരു കാലഘട്ടമൊക്കെ. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. ഓരോന്നിനും പിന്നെ മൂഡുണ്ട് കേട്ടോ. ഓരോ സമയങ്ങളിലും
ഓരോ ക്യാരക്ടറും സന്ദർഭവും അനുസരിച്ച് ആ മൂഡിനനുസരിച്ചുള്ള കളറാണ് നമ്മൾ കൊടുക്കേണ്ട, ഒരു കഥാപാത്രത്തിന് കൊടുക്കേണ്ട. പിന്നെ ഇപ്പം ചില പടത്തിൽ ഒരു സീനിൽ തന്നെ കുറേ ലെങ്തി ആയിട്ടുള്ള സംഭവം വരും. അപ്പോൾ അവിടെ നമ്മളൊരു ബ്രൈറ്റ് കളർ കൊടുക്കാതെ നമ്മൾ കണ്ണിന് പ്രോബ്ലം വരാത്ത രീതിക്ക്, ഇപ്പോൾ ട്രാഫിക്കൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇപ്പം ചാക്കോച്ചനൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു കോസ്റ്റ്യൂം ഒരിക്കലും ആ കോസ്റ്റ്യൂമിൻ്റെ അതൊരു ജാറിങ് അങ്ങനെ പോകണം. അതായത് കഥാപാത്രത്തെക്കാൾ ബ്രൈറ്റ് ആയിട്ട് നിൽക്കാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. എന്നാൽ ചിലപ്പോൾ നമുക്കൊരു കളർഫുള്ളും ഇതും വരണ സ്ഥലത്ത് നമ്മൾ അങ്ങനെ കൊടുക്കണം. അപ്പോൾ കഥയൊന്ന് കേട്ടിട്ട് നമ്മൾ ഡയറക്ടറും ക്യാമറമാനുമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഡിസ്കഷൻ എന്തായാലും ഇതിലുണ്ടാവും. ഈ തിരക്കഥ വായിക്കാൻ കിട്ടാറുണ്ടോ? പിന്നെ എല്ലാത്തിലും കിട്ടാറുണ്ട്. കഥ പറയലാണ്. പിന്നെ MD സാറിനെയൊക്കെ പറഞ്ഞ പോലെയുള്ള അവരുടെ തിരക്കഥ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ദയക്കൊക്കെ എന്ന് പറഞ്ഞാൽ തിരക്കഥ നമ്മൾ എത്രയോ ദിവസം ഒക്കെ എത്ര പ്രാവശ്യം വായിക്കുമായിരുന്നു. ഇതിന് റെഫറൻസ് എങ്ങനെ എടുക്കാറ്? നമ്മൾ മനസ്സിൽ രൂപം കൊള്ളുന്ന അല്ലാതെ ദയ പോലുള്ളത് ചെയ്യുമ്പോൾ അറബി നാടുകളിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒക്കെ വേണമല്ലോ, വേണം. അതിനൊക്കെ റെഫറൻസ് എവിടെ? അത് ദയ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് കാരണം എന്ന് വെച്ചാൽ MD സാറിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ MD സാറിൻ്റെ ഇതും തന്നിട്ടുണ്ട്. അതേപോലെ വേണു സാറ് അസാധ്യ ഒരു ബുക്കാണ്. അത് റെഫറൻസ് എന്ന് പറയുന്നത് ഇന്ന രീതിക്ക് ആവാവുള്ളൂ പറഞ്ഞിട്ട്, അതും ഈ പറഞ്ഞ കണക്ക് ദയം വേറെ വലിയ ആരെയോ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ ക്ലാഷ് വർക്കിന് വേണ്ടിയിട്ട് അതേ ഒരു 5-8 ദിവസം വന്നിരുന്നു വേണു സാറ്. അപ്പോഴാണ് ഞങ്ങൾ ഗുരുവിൻ്റെ ആൽബം കണ്ടിട്ടാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിന് പക്ഷേ കോസ്റ്റ്യൂമൊക്കെ ആയി, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ആളിനെയാണ് വേണ്ടത്, ഈ രീതിക്കാണ് എൻ്റെ പടം പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി എന്നെ വിളിക്കുകയും പുള്ളിയുടെയും അത് എനിക്ക് ദയയുടെ വർക്കിന് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു എനിക്ക് സ്കെച്ച് അറിയില്ല, ഞാൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കി കാണിക്കാൻ ഒരുപാട് പോയി. ഞാൻ പറഞ്ഞില്ല എനിക്ക് എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. പുള്ളി എന്നെ പോക്കറ്റിൽ നിന്ന് എനിക്ക് 5000 രൂപ എടുത്ത് തരികയാണ് ചെയ്തത് വേണം സാർ. അപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് ചെയ്ത് കാണിക്കുക, അവരെ ഒന്ന് കാണിക്കാം സതീശൻ ഉദ്ദേശിക്കുന്ന രീതിക്ക്. എന്നിട്ട് എൻ്റെ ആ കഥയുടെ ഒരു ലേശം അതിൻ്റെ ഒരു സന്ദർഭവും രീതിയും പറഞ്ഞ് മഞ്ജുവിൻ്റെ ഒരു കോസ്റ്റ്യൂമും നെൺമുടി ചേട്ടൻ്റെ അങ്ങനെ ഒരു 1-2 പേരുടെ കോസ്റ്റ്യൂം ഞാൻ ഉണ്ടാക്കി. പുള്ളി തന്നെ ക്യാമറയായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ അവിടെ ട്രിവാൻഡ്രത്തൊരു ലോഡ്ജിൽ അവിടെ സംഭവം ഇതെല്ലാം ഉണ്ടാക്കി പുള്ളി അവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് സെനാഴ്സിന് അയച്ചു കൊടുക്കുക, MD സാറിന് അയച്ചു കൊടുത്തിട്ടും എന്താ പറഞ്ഞപ്പോൾ സതീശൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വെച്ചാണ് MD സാറിനെയൊക്കെ ആദ്യം കാണുന്നത്. BTH എറണാകുളത്ത് വെച്ച് BTH കണ്ടാണ് ആ പടവും. ഈ ഷൂട്ടിന് മുമ്പ് തന്നെ ഈ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളെ ഈ വസ്ത്രം ധരിപ്പിച്ച് സ്റ്റിൽസൊക്കെ എടുത്തിരുന്നു. അത് ഇപ്പോഴും അധികം അങ്ങനെയല്ല, മുമ്പൊക്കെ അങ്ങനെയുള്ള സംഭവമുണ്ട്. മഞ്ജുവിനെ ഗീതിയിൽ വെച്ചിട്ടാ മഞ്ജു വേറൊരു ഏതോ ഒരു രാജസേനം പടത്തിന് വരുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പോയിട്ട് ഈ ആണാക്കി അപ്പോൾ മഞ്ജുവിനെ, കാരണം അവർക്ക് അതും ഒന്നും അറിയണമല്ലോ. അപ്പോൾ മഞ്ജുവിൻ്റെ ആൺവേഷം ദയലാണായിട്ടാണ് കൂടുതൽ സീൻ വരുന്നത്. അപ്പോൾ ആണായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അത് കറക്റ്റ് ചെയ്ത് അത് എന്നിട്ട് സ്റ്റിൽ ഷൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഓക്കെ ഇത് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ ചെയ്യാറുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ മൂവികളിലൊന്നും പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ആ മെഷർമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കറപ്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരാറുള്ളൂ. സാധാരണ ഒരു ഫിലിമിൽ വലിയ എപ്പിക് മൂവികളല്ലാത്ത സിനിമകളിലൊക്കെ ആണെങ്കിലും ഒരു ശരാശരി എത്ര പേരുടെ ഒരു ടീമാണ് നിങ്ങൾ സാധാരണ ഒരു ലൊക്കേഷനിലുണ്ടാവുക? ലൊക്കേഷനിൽ സാധാരണ ഒരു മൂവിക്ക് ഒരു 4 പേര് മതിയാവും. സാധാരണ ഒരു മൂവിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈലറും ഒരു 3 പേര് ലൊക്കേഷനിലും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതേ വരുള്ളൂ. പ്രേക്ഷകർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു സിനിമയുടെ ഒരു സീൻ തന്നെ ചിലപ്പോൾ പല ഘട്ടങ്ങളിൽ ഷൂട്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്കി ഷോട്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതേ വസ്ത്രം ധരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് ഒരേ സമയത്ത് എടുക്കുന്നതാണ് അല്ലേ? അയാളിപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ഷർട്ട് അത് ഇന്നായിരിക്കും എടുത്തത്, അത് ഓഫീസിൽ ചെല്ലുമ്പോൾ ഉള്ള സീൻ വേറൊരു ദിവസമായിരിക്കും എടുക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് ഇട്ട ഷർട്ട് തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഓഫീസിൽ ചെല്ലുമ്പോഴും ഒക്കെ തുടരാൻ വേണം. ഈ കണ്ടിന്യൂറ്റി നോക്കുന്നതിൽ നിങ്ങളുടെ റോളുണ്ടോ അതോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണോ? അസിസ്റ്റന്റ് ഡയറക്ടറുടെ റോൾ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര പണിയുള്ള സംഭവമുണ്ട്. കാരണം ഇങ്ങനെ ഷൂട്ട് വരുന്ന സമയത്ത് അത് എനിക്ക് ഒരു മൂവിയിൽ അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. സത്യശിവസുന്ദരം എന്ന് പറയുന്ന മൂവിയിൽ ഒരു കോസ്റ്റ്യൂമിലൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ കാരണം എല്ലാ ദിവസവും നമ്മൾ കോസ്റ്റ്യൂം വാഷ് ചെയ്തേ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഉള്ള സംഭവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ വൈറ്റ് ഷാമ്പു വാങ്ങിച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ട് ഇടുകയാണ്, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പോകാതെ ഹാങ്കറിൽ ഇടുക. പക്ഷെ ചിലത് ഈ ഷാമ്പുവിൽ മുക്കിയ തന്നെ കംപ്ലീറ്റ് കളർ ചിലത് ഫെയ്ഡായി, അത് അറിയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പിന്നെ ചെയ്യണത് ഒരെണ്ണം എടുത്തിട്ട് എല്ലാവരുടെയും പറയും ഇതിങ്ങനെയൊക്കെ വാഷ് ചെയ്ത് നോക്കിയിട്ട്. പക്ഷെ അതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ നടക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരുപാട് ലെങ്ത് സീൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു 2 ഷർട്ട് ആണെങ്കിൽ 2 ഷർട്ട് കരുതി വയ്ക്കും. കാരണം അത് എന്തെങ്കിലും ഒരു ഒന്നിൽ കൂടുതലും ഒരേ വസ്ത്രത്തിൻ്റെ തന്നെ ഒരേ കളറിലുള്ള ഒരേ പാറ്റേണിൽ ഒരേ രീതിക്കുള്ളത് വാങ്ങി വയ്ക്കും. അതാ ആദ്യമേ നേരത്തെ
അപ്പോഴത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ മിക്കവാറും ലിസ്റ്റ് തരും. ഇപ്പോൾ ഫൈറ്റോ അങ്ങനെയൊക്കെ ഉള്ളതിന് അവർ ലിസ്റ്റ് തരും. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന രീതിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കൊമേഴ്ഷ്യൽ മൂവിയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നപ്പോൾ ഗുരുവും ദയൊന്നും അല്ലാത്ത മൂവിയിലാണെങ്കിൽ ട്രാഫിക്കാണ്. ട്രാഫിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ കോസ്റ്റ്യൂമിൽ കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേ കണക്ക് 4 ഷർട്ടൊക്കെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യും, 4 അല്ലെങ്കിൽ പിന്നെ പ്ലസ് ഡ്യൂപ്പിൻ്റെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് ആദ്യമേ നമ്മൾ അത്രയും കറക്റ്റായിട്ട് വയ്ക്കും, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും, ഇതെല്ലാം ആയിട്ട് വയ്ക്കും. ഈ ഇപ്പോൾ സാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പല സമയങ്ങളിലും ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഒരുപാട് സംഭവം അബദ്ധം പറ്റിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ പറ്റിയിട്ടുണ്ട്. അത് ഒരുപാട് മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല രീതിക്കും. വളരെ കുഞ്ഞു കുട്ടികളെ കെയർ ഇങ്ങനെ ചെയ്യണം. ചിലപ്പോൾ ഒരു മെയിൻ സീനിലൊക്കെ വരുന്ന ഒരു നടൻ്റെയൊക്കെ മെയിൻ ക്യാരക്ടറിൻ്റെയൊക്കെ ഷർട്ട്, ഈ ചില സിനിമകൾ കുറേ കാലം നീണ്ടു പോകുമല്ലോ, അതും വരും, ഷെഡ്യൂൾ ആവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ കണ്ടിന്യൂറ്റി നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കും? എങ്ങനെ സൂക്ഷിക്കുമെന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോഴും തന്നെ എൻ്റെ ഒരു സിനിമ എനിക്കിപ്പോഴും ഒരു സിനിമ ഇപ്പോഴും അങ്ങനെ ഇരിപ്പുണ്ട്. ഒരു വലിയ പടം ഷൂട്ട് ചെയ്തത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്നപ്പോൾ ഇന്ത്യൻ 2 കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇന്ത്യൻ 2 കഴിഞ്ഞ് ഇന്ത്യൻ 3 അത് അന്നേ ഷൂട്ട് ചെയ്ത് എൻ്റെ ഏകദേശം കുറേ ഭാഗം. ഇനി കുറച്ച് ഷൂട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ ഇപ്പോൾ അതൊരു 2-3 വർഷം കഴിഞ്ഞു. അതൊക്കെ ഇനി എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ എന്തെങ്കിലും രീതിക്ക് ഡൈ ചെയ്തോ എന്ത് രീതിക്കാണെങ്കിലും ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. ഇപ്പം അന്ന് തന്നെ ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് കമൽ സാറിൻ്റെ കത്തി ഉണ്ടാക്കിയേക്കുന്നത്. കമൽഹാസൻ ഇങ്ങനെ ടെക്കനകത്ത് തുറക്കുന്ന ബെൽറ്റിലുള്ള കത്തി, കമൽ സാറിൻ്റെ കത്തി ഉണ്ടാക്കിയെന്ന് ആ മൂവിയിൽ നിന്ന് ഞാൻ സ്റ്റില്ലെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പടത്തിന് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മൾ അതിനാണല്ലോ നമ്മളെ കണക്ക് കലാകാരെ വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മളും അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. ഏറ്റവും വെല്ലുവിളിയുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു മഴ നനഞ്ഞ് തുടങ്ങുന്ന സീന്, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന സീന്, ഇതൊക്കെ റീടേക്ക് ഒക്കെ ചെയ്യേണ്ടി വരുമ്പം ഈ ഉണങ്ങിയ ഷർട്ടും നനഞ്ഞ ഷർട്ടും തമ്മിലുള്ള അത് ഇങ്ങനെയുള്ള മുക്കലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 എടുത്ത് പർച്ചേസ് ചെയ്ത് വയ്ക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതൽ ടേക്കുകൾ വേണ്ടി വരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണക്കിയിട്ട് അതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് പിന്നെ വന്നിട്ട് നല്ല ഹീറ്ററൊക്കെ വെച്ചിട്ട് അടിച്ചുണക്കുക, അല്ലെങ്കിൽ പിന്നെ എടുത്ത് ചാടണം. ഇപ്പോൾ 3 വാങ്ങി വെച്ചാൽ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വീണ്ടും ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പം അന്നത്തെ ആയിരിക്കും ആ പൂളിൻ്റെ ഡേറ്റ്, സ്വിമ്മിംഗ് പൂളിൽ ചാടണമെങ്കിൽ അന്നത്തെ ഭയങ്കര റെൻ്റായിരിക്കും, ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് ആയിരിക്കും അത് എടുക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതണക്ക് അത് ഒരെണ്ണം നനഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തിവിടെ അതിൻ്റെ ബാക്കി ഉണക്കലും അയൺ ചെയ്യലും ഒക്കെ നടക്കും. പിന്നെ അയണിങ്ങിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് ഉണക്കി അവരെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പലതിലും ആഭരണങ്ങളുണ്ട്, മുമ്പേ പറഞ്ഞ പോലെ തന്നെ കത്തി പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് വിഭാഗത്തിൻ്റെയാണ്? ശരിക്കും ആർട്ടിൻ്റെ ആണോ, മേക്കപ്പുകാരുടെ ഭാഗത്തായിട്ട് വരുന്നതാണോ, അതോ കോസ്റ്റ്യൂമറുടെ ഭാഗത്ത് വരുന്നതാണോ, അതോ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുകയാണോ പതിവ്? അല്ലല്ല, ഇത് സത്യത്തിൽ കോസ്റ്റ്യൂമിനെന്നുള്ളൊരു ഭാഗം ഒരു ആൾ ഇടുന്ന ഷൂ തൊട്ട് അയാൾ തലയിൽ വയ്ക്കുന്ന കിരീടം വരെ അയാളുടെ ഡ്യൂട്ടിയാണ്. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ, വാക്കിസ്റ്റ് അടക്കം കോസ്റ്റ്യൂം ഡിസൈനറാണ് ചെയ്യേണ്ടത്. പക്ഷെ അതെന്തെന്ന് വെച്ചാൽ അത് ആ ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ സാറേ, ഈ ഒരു ഏരിയ ഇത് നമ്മളാണെന്നുള്ളൊരു ധാരണയിൽ ഞാൻ തന്നെ വന്ന് ഏറ്റെടുത്ത ഒരു മേഖലയാണ് മലയാള സിനിമയിൽ. സ്പെക്സ് ഇതൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് നേരത്തെ കേട്ടിരുന്ന സ്പെക്സ് ആർട്ട് ഡയറക്ടർ, വാച്ച് ആർട്ട് ഡയറക്ടർ, വാക്കിസ്റ്റ് ആർട്ട് ഡയറക്ടർ അല്ല, കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടി കോസ്റ്റ്യൂം ഡിസൈനറൊക്കെയാണ്, അതിൻ്റെ ആംബിയൻസ് ഉണ്ടാക്കാനേ. പക്ഷെ അതേപോലെ തന്നെ ആർട്ടുകാരൊക്കെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാനോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അവരെ ഹെൽപ്പ് തേടാം. അതല്ല ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ വന്ന് ഇവർ ഫ്രീ ആയിട്ട് കയ്യും കെട്ടിയിരുന്ന്, ആരാണ് കോസ്റ്റ്യൂമർ എന്നൊരു പേരിൽ നമ്മുടെ ആൾക്കാർ കയ്യും കെട്ടിയിരുന്നു. അതുകൊണ്ട് അന്നുള്ള അംഗീകാരമെല്ലാം ഇപ്പം വടക്കൻ വീരാതെ എടുത്ത് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആർട്ട് ഡയറക്ടറാണ് അതിൻ്റെ നാഷണൽ അവാർഡ് വാങ്ങിയേക്കുന്നത് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനുള്ള. കോസ്റ്റ്യൂമർക്ക് അവാർഡ് ഇല്ലായിരുന്നോ? ഉണ്ടെന്ന് വെച്ചാൽ ഇതാണ് കോസ്റ്റ്യൂമിന് അവാർഡെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ടൈറ്റിൽ വരുന്നത് ഇപ്പോൾ കൃഷ്ണമൂർത്തി സാറാണ്. വടക്കൻ വീരാതെ എടുത്ത് നോക്കിയാൽ കോസ്റ്റ്യൂം ഡിസൈനർ കൃഷ്ണമൂർത്തി. അതിൽ മറ്റേ താഴെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നവർ താഴെ അതിൻ്റെ താഴത്തെ അവാർഡേ വരുള്ളൂ. അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർക്ക് അവാർഡ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇവരുടെ പണി അപാര പണിയാണ്. ഈ ഡിസൈൻ വരയ്ക്കുന്ന ഫൈൻ ആർട്ട് സ്കൂളിൽ പഠിച്ച് ആർക്കും ചെയ്യാം. പക്ഷേ കൃഷ്ണമൂർത്തി സാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ. അദ്ദേഹം ഞാൻ വേറെ പടങ്ങൾക്ക് ചെല്ലുമ്പോൾ തമിഴ് പടത്തിനൊക്കെ ഞാൻ അവിടെ ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ ചെയ്യുമ്പോൾ പുള്ളി വന്ന് നിന്നിട്ട് ജ്വല്ലറികൾ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കഥാപാത്രത്തിന്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിന് ആപ്റ്റ്, ആ അവാർഡ് വാങ്ങാൻ ആപ്റ്റ് അദ്ദേഹം തന്നെയാണ്. ഈ വിഗൊക്കെ മേക്കപ്പിൻ്റെ ഭാഗമായിട്ടാണോ? അത് മേക്കപ്പാണ്. വിഗൊക്കെ മേക്കപ്പിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ നമ്മൾ മേക്കപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മൂക്കൂത്തി പോലും അവർ യഥാർത്ഥത്തിൽ വയ്ക്കണം. അത് പക്ഷേ അതുപോലും നമ്മൾ ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്നല്ലെങ്കിൽ എൻ്റെ കാര്യം നമ്മൾ വരുമ്പോൾ മൂക്കൂത്തി ആയാലും കടുക്കനാണ്. കാരണം കടുക്കനൊക്കെ മേക്കപ്പിൻ്റെ അപ്പിയറൻസിൻ്റെ ഭാഗമാണ് നമ്മൾ കറക്റ്റ് പറഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ പടത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത പടത്തിൽ കടുക്കൻ, ഈ മൂക്കൂത്തി ഇതെല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മറ്റവർക്കൊരു വിഷമം ഉണ്ടാകാറുണ്ടോ? ഇല്ല, വിഷമമെന്ന് വെച്ചാൽ അവരെ കയ്യിൽ കാണില്ല പല സമയത്തും. അത് എനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ വരുമ്പോഴത്തേക്ക്. കാരണം നമുക്കൊരു മാച്ചിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും വരില്ല. അവരതൊരു വേറൊരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്യണം. അത്
അല്ല, അങ്ങനെ ഏറ്റെടുത്ത് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാരണം നമ്മൾ മര്യാദയ്ക്കുള്ളൊരു റൂമോ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലായിരുന്നു ഞാനൊക്കെ എൻട്രി ആകുമ്പോഴത്തെ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലുണ്ടായിരുന്നത്. ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം ആയിരുന്നു അത്. പക്ഷേ അതിപ്പോഴും ആരുടെങ്കിലും ചോദിച്ചൊക്കെ അറിയാം, നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വനിതകളടക്കം വിദ്യാഭ്യാസമുള്ളവരും അടക്കം എല്ലാം കോഴ്സും കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനായിട്ട് വന്ന് ജോയിൻ ചെയ്തെന്ന് മലയാള സിനിമയിൽ ഇഷ്ടം പോലെ. നമ്മുടെ യൂണിയനിൽ തന്നെ ഏകദേശം 30ഓളം വനിതകൾ തന്നെയുണ്ട് കോസ്റ്റ്യൂം ഡിസൈനിൽ. അപ്പോൾ അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ജോലി തേടി വരേണ്ട ഒരു സെറ്റപ്പാക്കി നമ്മൾ ഈ തൊഴിലിനെ മാറ്റിയിട്ടുണ്ട്. സിനിമയിലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിനിമയിൽ എനിക്ക് പറയാം, പക്ഷെ പുറത്ത് അങ്ങനെയല്ല. അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഭയങ്കര ഇതുണ്ട്. അത് പക്ഷേ ഇപ്പോഴും ഞാനത് പുറത്ത് പോയപ്പോഴത്തേക്ക് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സുഖം. നിങ്ങൾ ഈ വസ്ത്രം വാങ്ങുമ്പോൾ പല റേഞ്ചിലുള്ള നടന്മാരുണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ഇങ്ങനെ ഇവരൊക്കെ ഈ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഇതിലൊക്കെ ബലം പിടിക്കാറുണ്ടോ? സത്യത്തിൽ അത് പറയുമ്പോൾ അതൊരു ഇഷ്യൂ ഉള്ള മേഖലയാണ്. എങ്കിലും ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഞാൻ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ബെഡ്ഷീറ്റ് സഹിതം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇവരെ കൊണ്ട് ഞാൻ ഇടിയിപ്പിച്ചിട്ടുണ്ട്. അതാരും അറിഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ പറയുമ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴത്തേക്ക് ഇനി ചെന്ന് നോക്കുമ്പോഴായിരിക്കും അത് അറിയണത്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അത് ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെയുള്ള രീതിക്കാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതെൻ്റെ പ്രൊഡ്യൂസർമാർക്ക് നന്നായിട്ടറിയാം, എൻ്റെ പ്രൊഡ്യൂസർമാർക്കും അറിയാം. പലതും ഞാൻ സംവിധായകനെ കൂടെ ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്രയും ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഷൂസും മറ്റു കാര്യമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാറുണ്ട്. അതൊരു അത്യാവശ്യം നല്ല, കാരണം ഇവർ പല സമയങ്ങളിലും സ്റ്റാൻഡിങ്ങിൽ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. അത് നമ്മളൊരു മോശപ്പെട്ട സാധനം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോബ്ലം വരും. അതല്ലാതെയുള്ള ഈ കോസ്റ്റ്യൂം തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറ്റിക്കലുകൾ നടത്തിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ചിലപ്പോൾ ഞാൻ ബ്രാൻഡിൻ്റെ സാധനം വരെ സ്റ്റിക്കർ അങ്ങനെയുള്ളത് വാങ്ങിച്ച് വയ്ക്കും. കാരണം നമുക്ക് സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇപ്പം നമ്മൾ എടുത്തിട്ട് ഇപ്പം നമ്മൾ ഒരു ലൂയി ഫിലിപ്പിൻ്റെ സൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ലൂയി ഫിലിപ്പിനെക്കാളും ബെസ്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും, നല്ല സൂട്ട് മേക്കർ ഉണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ തന്നെ സൂട്ട് മേക്കർ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലൂയി ഫിലിപ്പിൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ച് അതിൻ്റെ അകത്തൊക്കെ വയ്ക്കാം. അല്ല, അത് കാരണം ചില കാണുന്നവർക്ക് അതിൻ്റെ ഒരു എന്നിട്ട് നല്ലൊരു സ്റ്റൈൽ, ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു 50 രൂപയുടെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് തൂക്കിക്കൊണ്ടുവന്ന് ഡിസ്പ്ലേ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അത് ഉള്ള സാധനമുണ്ട്. അവരെടുത്ത് ഇടുമ്പോഴും അവർ മിററിൻ്റെ മുമ്പ് എന്നാണ് ഇടുന്നത്. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫിറ്റിങ്ങും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിട്ട് അത് കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അവർ പിടിച്ച് ഷേക്കാൻ തന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ ഒരു സംഭവം മലയാള സിനിമയിൽ കടന്നു വന്ന സമയമാണ് എനിക്ക് സിനിമ ഒരു താരങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങി. താരങ്ങളും തീരുമാനിക്കാൻ തുടങ്ങി. നമുക്ക് ധാരണയില്ലാത്ത എന്ന് പറയുമ്പം അവരാണ് അതിൻ്റെ ഒരു ഹിറ്റ്. ഇന്ന ബ്രാൻഡ് വേണം, ഇന്ന ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ്. അവർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് വിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഷർട്ടും ഈ സാധനം ആ സോങ്ങിന് അല്ലെങ്കിൽ അവിടുത്തെ ഇതിന് കൊടുക്കാൻ പറ്റും എന്നൊരു കോസ്റ്റ്യൂം ഡിസൈനർ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന് സംവിധായകനെ കാണിക്കുമ്പോഴത്തേക്ക് സംവിധാനം ഒക്കെ പറയുമ്പോൾ ഇത് പറ്റില്ല, വേറെ വേണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് എം ടി സാറ് തൊട്ട് അടൂര് സാറ്, എം ടി സാറ്, ഇതേ കണക്ക് സിബി സാറ്, കമൽ സാർ, ഇങ്ങനെയുള്ള നമ്മൾ ഭദ്രൻ സാർ, ഇങ്ങനെ ഒരു വലിയ മലയാള സിനിമ ഇന്ന് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ടീമിൻ്റെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. നല്ല ഭയങ്കര സന്തോഷം കേട്ടോ. സന്തോഷ് ശിവൻ, വേണു സാർ, ഈ വിവിധ ക്യാമറ, എ വി ആനന്ദ്, ഇവരുടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് അവർ പറയുന്നു പെട്ടെന്ന് ഒരു ബ്രാൻഡ് എടുക്കുക. അപ്പോൾ ഇതിലൊരു സുഖമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒടിയൻ മാമാങ്കം കഴിഞ്ഞിട്ട് ഞാനങ്ങ് സിനിമ നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഹോളിവുഡിൽ ചെയ്യുന്നതിനേക്കാളും, അതിപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെക്കാളും ഇത് ചെയ്യുന്ന സംവിധായകൻ്റെ സിനിമയാണ് ഇപ്പോൾ അറ്റ്ലിയുടെ അല്ലു അർജുൻ പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂവി, വളരെ സൺ പിക്ചേഴ്സിൻ്റെ. അത് എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് അതിൻ്റെ യഥാർത്ഥ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം. ഷൂട്ട് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 ഇയർ അടുപ്പിച്ചായി. ഇനിയും എന്തായാലും ഒരു 6-7 മാസം അതിൻ്റെ ഷൂട്ടും ബാക്കി കാര്യങ്ങളുമായിട്ട് പോകും. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മുത്തുരാജ്, ഞാൻ നേരത്തെ നമ്മുടെ ഗുരുവിൻ്റെ കാർഡായിട്ട് പടം മന്ത്ര, അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തമിഴാണോ അത്? തമിഴ്, അതും മിക്കവാറും തമിഴും ഒത്തിരി അങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യാനായിട്ടുള്ളൊരു, അങ്ങനെ ഹോളിവുഡിൻ്റെ അതിനിപ്പോൾ ഒരു റഷ്യൻ പ്രൊഡ്യൂസർ ടീമിൻ്റെ ഒക്കെ ബാക്കിയുള്ള ഡിസ്കഷനും കാര്യവും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രാജമാണിക്യത്തിൻ്റെ ഷൂട്ടിലെ അനുഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിന് കാര്യം അതിനകത്ത് കോസ്റ്റ്യൂം വലിയ അഭ്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ക്യാരക്ടറുണ്ട്. അതുണ്ട്. പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ സാറൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ രാജമാണിക്യത്തിൻ്റെ ആ ക്രെഡിറ്റ് കൊടുക്കേണ്ട സത്യത്തിൽ അത് മമ്മൂക്കയ്ക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജമാണിക്യം ബെല്ലാരി രാജ എന്ന കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ബെല്ലാരി രാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാറിൻ്റെ മനസ്സിൽ എങ്ങനെ വരും? ബെല്ലാരി രാജ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലനത്ത് ഒരു ബ്ലാക്കും ഒരു ഗ്രേയും അങ്ങനെയൊക്കെ ഒരു ടഫായിട്ടുള്ള കളറായിരിക്കും വരുന്നത് എല്ലാം.
അപ്പോഴും നമ്മൾ അത് ഷൂട്ട് ചെയ്യാറുന്നത് രഞ്ജിത്ത് കേട്ടനാണ്. അതെ. അപ്പം രഞ്ജിത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യം കോസ്റ്റ്യൂം ഉണ്ടാക്കി. ഒരു 3 കോസ്റ്റ്യൂം, ഒരു 3 ജുബ്ബ, മുണ്ട്, ബ്ലാക്ക്, ഗ്രേ, അതിനനുസരിച്ചുള്ള കരയും അതിൻ്റെ ഷൂസും കാര്യങ്ങളും അതിന് വേറൊരു ടൈപ്പ് കഴുത്തിലൊരു ലോക്കറ്റും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ച് ബെല്ലാരി രാജയ്ക്ക്. അത് എല്ലാം റെഡിയാക്കി വെച്ച് മമ്മൂക്കയുടെ അളവിൻ്റെയൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നപ്പോഴത്തേക്കാണ് രഞ്ജിത്ത് കേട്ട മാറിയിട്ടത് അൻവർ റഷീദ് വരുന്നത്. അൻവർ വന്ന് അപ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂം തന്നെ, ഈ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി കംപ്ലീറ്റ് വെച്ച് ഇതിൻ്റെ നമ്മളന്നിടത്ത് നിന്ന് വീണ്ടും ഒരു 3-4 കൂടെ ചേഞ്ച് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊള്ളാച്ചി പോകണം. പൊള്ളാച്ചി എന്ന ഷൂട്ടിൻ്റെ തലേദിവസം മമ്മൂക്ക വരുന്നു. മമ്മൂക്ക വരുമ്പോഴത്തേക്കും മമ്മൂക്ക ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് മമ്മൂക്ക ഈ സാധനത്തിനൊരു മാറ്റി അങ്ങോട്ട് പറയുക. മാറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാൽ എനിക്ക് സിൽക്കിൻ്റെ ഇതെടുത്ത് തയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സിൽക്കിൻ്റെ ഭയങ്കര ബ്രൈറ്റ് കളറും അതിനൊക്കെയുള്ള ബ്രൈറ്റായിട്ടുള്ള കോൺട്രസ്റ്റ് ആയിട്ടുള്ള മുണ്ടും വേണമെന്ന് പറയാം. അപ്പം ആർക്കും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റുന്നില്ല. ആർക്കും പറ്റൂല, ഇത് ആർക്കും തയ്ക്കില്ല. ഇപ്പം നമുക്ക് ഉത്തരം നമ്മൾ ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പവർഫുൾ ക്യാരക്ടർ. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്നത് വരെ ഇട്ട് നിൽക്കുമ്പോൾ പോലും നമുക്ക് നല്ല ടെൻഷനാണ്, തൃപ്തിയാണ്. പക്ഷെ ഇത് കഥാപാത്രം ഇത് ഇങ്ങോട്ട് ആ ഷൂട്ട് തുടങ്ങി അതിൻ്റെ ആ ഡയലോഗ്സും നമുക്ക് ഷൂട്ടിൻ്റെയും ആ മാനർസും അതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂം കൊണ്ട് അതിനത് മാറുക. നമ്മൾ എന്തിടുന്നു എന്നല്ല, അത് ആരിടുന്നു, പിന്നെ അതേപോലെ അത് ഏത് രീതിക്കാണ് ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാനർസം കൊടുത്താൽ അത് മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു കാര്യമാണ് അത്. ഈ മാനറിസവും കോസ്റ്റ്യൂമുമായിട്ട് ഇത്രയും ബന്ധമുണ്ട് എന്നുള്ളത് ഒരു പുതിയൊരു തിരിച്ചറിവായിരുന്നു അത്. മഞ്ജു വാര്യർ ദയ ചെയ്യുമ്പോഴത്തേക്ക് മഞ്ജു വാര്യർ അതിനെതിരപ്പോൾ അവിടെ ബ്ലൗസ് ഇട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി അതേ കണക്ക് തന്നെ മഞ്ജു ആ ആണിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു മാനർസം കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിപ്പം ചീറ്റി പോകും, മിമിക്രി ആയി പോകും. അപ്പോൾ അത് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാനർസം അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അത് ചില ആർട്ടിസ്റ്റുകൾ കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്ക് അത് ഭയങ്കരമാണ്. ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് കയറിയിട്ട് അതിൻ്റെ മാനർസം. അതിൻ്റെ ഏറ്റവും വലിയ നമ്പർ 1 എക്സാമ്പിളാണ് രാജമാണിക്യം എന്ന് പറയുന്ന പടത്തിൽ ആ കോസ്റ്റ്യൂം അങ്ങനെ നിർത്തി കൊണ്ടുവന്ന് പറഞ്ഞാൽ അതാണ് എപ്പോഴും ഞാൻ പറയും. അത് ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ആക്കി എടുത്തതിൻ്റെ ഈ കളറും കാര്യവും കൊണ്ടുവന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അത് മമ്മൂക്കയ്ക്ക്. ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ്യൂം ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ നന്നാകുമായിരുന്നു എന്നൊരു തോന്നൽ പിന്നെ വന്നിട്ടുണ്ടോ? അല്ല, ഞാനത് അങ്ങനെ നമ്മൾ തോന്നാൻ ചിലപ്പോൾ, കാരണം അത് വേറൊരു സ്കെയിലാണ് ചോദിക്കുന്നത്. അത് പക്ഷേ അത് തോന്നിയാലും പക്ഷെ അത് എപ്പോഴും കാണുന്നത് തന്നെ ആയിരിക്കും. ഇപ്പോൾ അതിനൊരു ക്ലാസ്, ഒരു ഗ്രേയും ബ്ലാക്കും ഒക്കെ ഇത് ഒരിക്കലും ഒരു മനുഷ്യന് സങ്കല്പിക്കാത്തൊരു ഏരിയ. ഈ മാമാങ്കം ഈ പറഞ്ഞ പോലെ തന്നെ വടക്കൻ വീരഗാഥ പോലെ, അല്ലെങ്കിൽ ഒരു വടക്കൻ പാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വടക്കൻ ചരിത്രത്തിൽ നിന്നുള്ള ഒരു സിനിമയാണ് ഈ മാമാങ്കം എന്നത്. മനുഷ്യന് ഏകദേശം അറിയുന്നൊരു കഥയാണ്. പക്ഷെ ആ കാലഘട്ടത്തിലെ വസ്ത്രം അത് കണ്ടെത്താൻ ആധികാരികമായിട്ട് എന്തിനെയാണ് ആശ്രയിച്ചത് ശരിക്കും? എനിക്ക് ഈ മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള പടമാണ് വടക്കൻ വീരാത. വടക്കൻ വീരാതയുടെ കോസ്റ്റ്യൂമും അതിൻ്റെ ആർട്ടും ഞാൻ എൻ്റെ ഒരു ഭയങ്കര റെഫറൻസ്. എനിക്ക് അതിൻ്റെ സ്കീമും എനിക്ക് അങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ പടം തന്നെയായിരിക്കും റെഫർ ചെയ്യുന്നത്, പഠിക്കാനായിട്ട് എടുക്കുന്നത്. എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ദയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വായിച്ചാൽ നമുക്ക് A-Z സാധനങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. കെട്ടാനുള്ള വള്ളി അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു പട്ടൻ്റെ ഇളക്കി ഇട്ടിട്ടിരിക്കണം എന്നുള്ള സാധനം തൊട്ട് അയാളെ കയ്യിൽ മോതിരം വാച്ച ഇതൊക്കെ സ്ക്രിപ്റ്റിനകത്തുണ്ടാവും. എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. വടക്കൻ വീരഗാഥയുടെ കാലഘട്ടത്തിൽ ശരിക്കും അന്നത്തെ സാമാന്യ കേരളീയ ജീവിതത്തിലെ ആളുകൾ അത്രയും കളർഫുൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. അതാണ് എക്സാഗ്രേറ്റ്. അതാണ് ആ കഥാപാത്രങ്ങളുടെ ആ ഭംഗി. അത് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അത് അവർ വീട്ടിലൊക്കെ നിൽക്കുന്ന കോസ്റ്റ്യൂം അതിപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ നോക്കിയാൽ ഒരു ഇതും നടക്കത്തില്ല. ദയ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രാജാവാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കിന്നരി തൊപ്പിയൊക്കെ വെച്ചിട്ട്, അപ്പം വേണു സാർക്ക് ആദ്യം പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ളൊരു സാധനം വരരുത് മൂവിയിലെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഈ പടം കാണുകയും ഞാൻ ദയയുടെ ആദ്യത്തെ ഒരു പാറ്റേൺ കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു രാജാവ് നിൽക്കില്ല ചുമ്മാ. അതുകൊണ്ട് അതിൽ അദ്ദേഹം നെടുമുടിച്ചേട്ടൻ്റെയൊക്കെ തോർത്ത് കെട്ടിയിരിക്കുകയാണ്. എപ്പോഴും ഒരു രാജാവൊക്കെ അങ്ങനെ നിൽക്കുള്ളൂ. അത് എന്തെങ്കിലും സിംഹാസനത്തിൽ വരുമ്പോഴാണ് സുൽത്താനൊക്കെ ഒരു കിരീടമൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നത്. അല്ലാത്ത സമയമൊക്കെ തലയിൽ കെട്ടും കാര്യമൊക്കെ കൊടുക്കുക. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അത്ര പോലും ചിലപ്പോൾ കളറും കാര്യവും കാണൂല. പക്ഷെ സിനിമയ്ക്കൊരു ഫ്രെയിമിൽ കാണുമ്പോഴത്തേക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ധരിച്ചു പോകും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഏത് കാഴ്ചപ്പാടും നമ്മളൊരു സംവിധായകൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയുന്ന തെറ്റാണെങ്കിലും ഞാൻ ഒരു ഡയറക്ടറെ സഹായിക്കലാണ്
ഡയറക്ടറിൻ്റെ ഡ്യൂട്ടി. ഈ താരങ്ങൾക്കും സംവിധായകർക്കും ഒക്കെ പലപ്പോഴും ഇതിനെക്കുറിച്ച് വീക്ഷണമൊക്കെ ഉണ്ടാവുമെന്ന് പറയും. എങ്കിലും എനിക്ക് തോന്നുന്ന ഈ പല സിനിമകളിലും ഇത്തരത്തിൽ താരങ്ങൾക്ക് ഈ കഥാപാത്രം എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവാതെ ഇത് മാറ്റിക്കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോൾ അത് ഉണ്ട്, അത് തീർച്ചയായിട്ടും. അത് ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ഗുരു മൂവിയിൽ നമ്മൾ കുറേ ദിവസം അങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ അതിൽ ഒരു നോർമൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഒരു വലിയൊരു ഹാളിനകത്താണ്, മേക്കപ്പും ഒരറ്റത്ത് കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ഇരിക്കുക, ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം സേലത്ത്. അപ്പം അന്ന് ഉച്ചയ്ക്ക് സുരേഷ് ഗോപി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഭയങ്കര ഇതായിട്ട് വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ആ പടച്ചട്ടന്നെ ഏകദേശം ഒരു 10 കിലോ ഉണ്ട്. ആ തലയിലിരിക്കുന്ന കിരീടവും അതേണൊക്കെ വെയിറ്റ് ഉണ്ട്. കാരണം അന്ന് ഞാൻ നല്ലൊരു സിനിമാക്കാരനല്ല. ഞാൻ കാരണം കഥാപുരുഷൻ എന്ന സിനിമ കഴിഞ്ഞിട്ട് നാടകത്തിൻ്റെ അതേ സ്വഭാവം വെച്ചിട്ട് എനിക്കൊരു സാധനം ഉണ്ടാക്കുകയെന്നുള്ളൂ. ഇത് ഇടുന്നത് ഇന്നണക്കുള്ള ആർട്ടിസ്റ്റാണ്, അവർക്ക് തലവേദനിക്കും എന്നുള്ള ഒരൊറ്റ സാധനം എൻ്റെ മനസ്സിൽ സത്യത്തിൽ വരുന്നില്ല. അതിൻ്റെ സീറ്റിംഗ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. അതിൻ്റെ അലൈൻമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി എല്ലാം സെറ്റാണ്. ഞാൻ തന്നെയാണ് അതെല്ലാം ഇട്ട് നോക്കിയൊക്കെ കംപ്ലീറ്റ് അവരെയൊക്കെ എല്ലാ സാധനങ്ങളും കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വന്നിട്ട് സുരേഷോട്ട് ആദ്യം തന്നെ വന്ന് ഇതിൻ്റെ നോക്കിയിട്ട് ഈ സാധനം എടുത്തിട്ട് ഇതൊന്നും പറ്റില്ല, ഇതെങ്ങനെ വെച്ചിട്ട് അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നം ലാലേട്ടൻ തൊട്ടിട്ടിരിക്കണം. ഇതെന്താ ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക. എന്താ ഇത്, ഈ കോസ്റ്റ്യൂം ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ പടച്ചിട്ട് എൻ്റെ വീട്ടിലിപ്പോൾ സ്റ്റില്ലിരിക്കുന്ന ലാലേട്ടൻ സുരേഷ് ഏട്ടൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് എല്ലാവരും അതിൻ്റെ കൂടെ മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലാലേട്ടനാണ് ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് സ്റ്റില്ലെടുത്തത്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ പറഞ്ഞു, സുരേഷ് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഈ പടത്തിലല്ലേ ഇതിലൊക്കെയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഏട്ടൻ എന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് എന്നിട്ട് സുരേഷ് ഏട്ടനെ കോസ്റ്റ്യൂം ഇട്ടു. പക്ഷേ സുരേഷ് ഏട്ടൻ പറഞ്ഞത് സത്യത്തിൽ ഇന്ന് ഞാൻ അങ്ങനെ ഒരു പടം ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണത് അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയൽ കിട്ടുമെന്ന് നോക്കി അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കണക്ക് അതുണ്ടാക്കി അങ്ങനെയായിരിക്കും ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫീൽ ചിലപ്പോൾ കിട്ടില്ല. കാരണം ഇത് അത് അങ്ങനെ ഒരു സാധനം ആർക്കും വയ്ക്കാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ ഞാനൊക്കെ വച്ച് നോക്കണ ഇത്തിരി ഒരു സമയമല്ല, ഇത് അവരൊക്കെ എത്രയോ സമയം ഇതും വെച്ചിട്ട് നിൽക്കണം, മണിക്കൂറുകളോളം നിൽക്കണം ഇത്രയും സംഭവങ്ങളും ഇട്ടിട്ട്. എന്നിട്ട് സുരേഷ് ഏട്ടൻ ഇതൊക്കെ ഇട്ടിട്ട് ഒരു സീൻ പോയി എടുത്ത് അന്ന് എന്നെ ദിനേഷ് എന്ന് പറഞ്ഞ സ്റ്റിൽ ക്യാമറ എടുത്ത് ഇന്നത്തെ പോലെ വേറെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി പ്രിൻ്റ് അടിച്ച് അന്ന് രാത്രി എന്നെ കണ്ട് പിറ്റേന്ന് രാവിലെ സുരേഷ് ഏട്ടൻ ലൊക്കേഷനിൽ വന്നിട്ട് എല്ലാവർക്കും എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ കോസ്റ്റ്യൂമിൽ അന്ന് എത്ര 12-16 പേര് കോസ്റ്റ്യൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ 100 രൂപ 100 രൂപ വെച്ചിട്ട് എടുത്തിട്ട് പറഞ്ഞ് ഇതൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ സ്റ്റില് ഏറ്റവും വലിയ രീതിക്ക് ഞാൻ പിന്നെ സുരേഷ് ഏട്ടൻ്റെ വീട്ടിൽ ഭാരതിയോ ഏതോ ഒരു പടത്തിന് പോകുമ്പോഴത്തേക്ക് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു ആളുടെ സൈസിൽ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നല്ല കമ്പനിയായി. സംരംഭത്തിലേയും പറയുമ്പോഴത്തേക്ക് പോണ വഴിയിൽ നമ്മളോട് പറയും കേട്ടോ എന്തുണ്ട് സാധനം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മഞ്ജുവിനൊരു അവിടെ നിന്നൊരു ഷോട്ട് എടുക്കണമല്ലോ. അപ്പോൾ സിബിസാറിൻ്റെ അവിടെ നിന്ന് താഴെ എൻ്റെ കോസ്റ്റ്യൂം വണ്ടിയിലെത്തുമ്പോൾ ഇങ്ങനെ ആലോചന പോയി ചെല്ലും. മറ്റേ സെക്യൂരിറ്റിയുടെ സാധനം ഉണ്ടല്ലോ അത് കട്ട് ചെയ്താന്ന് ഉടൻ തന്നെ ആ സെക്യൂരിറ്റിയുടെ സാധനം എടുത്തിട്ട് ഒരു ബർമുഡ ആക്കുന്നു. ആ ഒരു പച്ച കളർ സാധനം ഒരു കാറ്റൊക്കെ വെച്ചിട്ട് മഞ്ജു വരുന്നൊരു സാധനം ആ ഷർട്ട് തൊട്ട് ഇൻസെർട്ട് ചെയ്തിട്ട് ആ കൗഡ് ആ കാറ്റൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് അത് വേറൊരു കോസ്റ്റ്യൂമായി. വ്യത്യസ്തമായ കോസ്റ്റ്യൂം വേണ്ടി വന്നൊരു സിനിമയാണ് അനന്തഭദ്രം. അതെ. ഈ അനന്തഭദ്രത്തിൻ്റെ അനുഭവം എന്തായിരുന്നു? എനിക്ക് ഒരു 10-200 മീറ്റർ തുണി വേണം നാളെ. ഞാൻ എന്താവശ്യമാണ്, അപ്പോൾ ആവശ്യം എന്താണെന്ന് അയാളെ കോസ്റ്റ്യൂമിൽ ആഡ് ചെയ്തു. അയാളിങ്ങനെ പറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടോ ഇത് 200 മീറ്റർ തുണിയൊന്നും പറത്താനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ റെഡിയായി കൊണ്ടുപോകാം. വരിക്കാശ്ശേരി മനേരെ അവിടെ ഇത് ക്രൈനൊക്കെ വെച്ചിട്ട് പുള്ളി ബാക്കിലിടാൻ പറഞ്ഞു തുണി കംപ്ലീറ്റ്. ആ ഷോട്ട് എടുത്തേക്കുന്നത് അങ്ങനെയാണ് ദിഗംബരൻ്റെ ആ സോങ്ങിലുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ. പോകുന്ന വഴിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഒരാളോട് പറയണം അവിടെ 2 പാമ്പുകൾ കടികൂടുന്നു. ഓട്ടം പുള്ളി ക്യാമറ എടുക്കാൻ പറഞ്ഞിട്ട് ഈ ഭക്ഷണം അവിടെ നിന്ന് ഓടിപ്പോയിട്ട് 2 പാമ്പുകളാണ് ആ ഷോട്ട് അതിലെടുത്തേക്കുന്ന അപ്പോഴവിടെ വെച്ച് കിട്ടിയ സാധനം. അത് ലൈഫിൽ അതൊന്നും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല.